താരസംഘടനയായ അമ്മയിലെ തർക്കം പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുകയാണ്. മുൻ ജനറൽ സെക്രട്ടറി അൻസിബ ഹസന്റെ പരാതിയിലാണ് നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കുവാൻ കോടതിയുടെ നിർദ്ദേശം പുറത്തു വന്നിട്ടുള്ളത്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രധാനമായും സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് ടിനി ടോമിനെതിരെ കേസെടുക്കുക. നേരത്തെ അൻസിബ ഹസന്റെ പരാതിയിൽ കേസെടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് കടവന്ത്ര പോലീസ് എത്തുകയായിരുന്നു. കടവന്ത്ര പോലീസിനായിരുന്നു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും ആഭ്യന്തരമന്ത്രിക്കുമായിരുന്നു അൻസിബ പരാതി നൽകിയിരുന്നത്. തുടർന്ന് അൻസിബയുടെ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് എറണാകുളത്തേക്ക് കൈമാറുകയായിരുന്നു. അതുപ്രകാരം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം എന്ന നിലയിൽ കടവന്ത്ര പോലീസിന് ഇത് സംബന്ധിച്ച അന്വേഷണ ചുമതലയും നൽകിയിരുന്നു. ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷം കടവന്ത്ര പോലീസാണ് പറഞ്ഞത് ഈ സംഭവത്തിൽ ഒരു കേസെടുക്കേണ്ടതില്ല, കേസെടുക്കേണ്ടതുള്ള നിലയിലേക്കുള്ള കഴമ്പൊന്നും ഈ പരാതിയിലില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കടവന്ത്ര പോലീസ് കേസെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് അൻസിബ കോടതിയെ സമീപിക്കുന്നു. ഈ കോടതിയെ സമീപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും, എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നും അൻസിബയുടെ പരാതിയിൽ അടിയന്തരമായി തന്നെ കേസെടുക്കുവാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അൻസിബ പ്രധാനമായും, അതായത് തനിക്കെതിരെ വർഗീയ പരാമർശം നടക്കുന്നു, തനിക്കെതിരായ ജിഹാദി എന്നുൾപ്പെടെയുള്ള പേരുകൾ വിളിച്ച് അത്തരത്തിലുള്ള ഒട്ടേറെ വർഗീയ പരാമർശങ്ങൾ ഉൾപ്പെടെ തനിക്ക് നേരെ നടത്തി തുടങ്ങിയ ഒട്ടേറെ ആരോപണങ്ങളാണ് അൻസിബ നടൻ ടിനി ടോമിനെതിരെ ഉന്നയിച്ചത്. നേരത്തെ അമ്മയുടെ ജനറൽ ബോഡിയിലും അതിനു മുമ്പ് നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലും എല്ലാം തന്നെ അൻസിബ ടിനി ടോം തർക്കം വലിയ തലങ്ങളിലേക്കടക്കം ചർച്ച ചെയ്യുകയും മാറുകയും ചെയ്തതാണ്. പിന്നീട് ഒരു പക്ഷേ കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ അമ്മ സംഘടനയുടെ ഭാരവാഹികൾ ഒന്നടക്കം രാജിവെക്കുന്നതിലടക്കം നയിക്കപ്പെട്ട സംഭവ വികാസങ്ങൾക്കും ഈ തർക്കം പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. ഏതായാലും നിലവിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അൻസിബയുടെ കാര്യത്തിൽ അൻസിബ ടിനി ടോമിനെതിരെ നൽകിയ പരാതിയിൽ ഒരു കേസെടുക്കുക എന്നൊരു നിർദ്ദേശം വന്നിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.